ഹലോ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാനിന്ന് ഇങ്ങോട്ട് വരണ വഴിക്ക് ഞാൻ വട്ടിയൂർക്കാവിലാണ് ഇറങ്ങി വരണത്. വട്ടിയൂർക്കാവിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരണ വഴിക്ക് ഒരു മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ, എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇരിക്കും, മഴയത്തൊക്കെ നനഞ്ഞ് കൊന്നിരിക്കും. അങ്ങനെ അങ്ങേരെ ഒരു കടയിൽ കയറി, കടയെന്ന് ഞാൻ പറയണില്ല, അവിടെ കയറി ചായ ഒഴിക്കുന്നിടത്ത് കയറി നിന്നപ്പോഴും ഇറങ്ങി പോടാന്ന് ഇങ്ങനെ പറയുന്നു, പോടാന്നിങ്ങനെ പറയുന്നു. പക്ഷേ അയാൾ പോണില്ല. പോടാന്ന് പറഞ്ഞിട്ട് അയാൾ പോണില്ല. വീണ്ടും അയാൾ അങ്ങനെ നിന്നൊന്ന് ചുമ വന്നു അയാൾക്ക്. ചുമച്ചപ്പോൾ പോടാ നീ പൊയിലേൻ്റെ പുറത്ത് ഞാൻ ചൂടുള്ളെടുത്ത് ഒഴിച്ചിരുന്നു. അങ്ങനെ അങ്ങേരങ്ങനെ എന്തൊരു പറഞ്ഞു. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നെ നേരം നിൽക്കാനും പറ്റില്ല, ഞാൻ ജോലിക്ക് വരണതാണ്. കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ വന്നു. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ. പണ്ട് അയാൾ എങ്ങനെ ആയിരുന്നു എന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോഴയാൾ എന്തായാലും ഒരു നിവൃത്തിയില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും കണ്ടില്ല മനുഷ്യനെ കാണണമെങ്കിൽ നിങ്ങൾ 10 രൂപയും കൊടുത്താൽ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കണേ. നമ്മളേലും ഉണ്ടെങ്കിൽ കൊടുക്കാം. നമ്മൾ ഒരിടത്ത് ജോലിക്ക് വരണേ നമ്മൾക്ക് ഒരു പരിധിയല്ലേ, നമ്മൾ എന്തെങ്കിലേ കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുത്ത് എന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ യൂട്യൂബിലൊരു സൂരജ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. പക്ഷെ നല്ല ദയാലുവായ ഒരു പയ്യനാണ്, എല്ലാവരെയും സഹായിക്കണം. ആ പയ്യൻ്റെ കണ്ണിൽ ഈ മനുഷ്യനെ കണ്ടില്ലേ എന്തോ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ആ മഴയത്തിങ്ങനെ നനഞ്ഞിരിക്കണം. തിരിച്ചങ്ങോട്ട് എപ്പോഴും ആ ഒരു ഗേറ്റിൻ്റെ വെളിയിൽ നനഞ്ഞിരുന്നു ഒരു പേപ്പർ തുറന്നാൽ എന്തോ ഇരിക്കണം. അതിനെ കഴിക്കണം. അടച്ചോനെ സഹിക്കാൻ പറ്റിയില്ല. നമ്മളെപ്പോലുള്ളവരെല്ലാം നല്ലതുപോലെ ആഹാരമൊക്കെ കഴിച്ച് നല്ല വീട്ടിലേക്ക് കിടന്നുറങ്ങി നമ്മളിരിക്കണം. നമ്മളെല്ലാവരും മരിച്ചു പോകും. ആരും ഈ ദുനിയാവിൽ കാണില്ല. ചെല്ലുമ്പോൾ പടച്ചവൻ ചോദിക്കും, ഇങ്ങനെയുള്ള പാവങ്ങളെ കണ്ടിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ച് നമുക്ക് മറുപടി പറയണ്ടേ. നമ്മളെന്തെങ്കിലും ചെയ്താൽ അതാണ് നാളെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ലാതെ വേറെ ഒന്നും നമ്മളെ കൂടെ വരില്ല. നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യമോ നമ്മൾ എന്തായാലും നമ്മളെ കൂടെ വരില്ല. അപ്പം നമ്മളിങ്ങനൊരു നല്ലൊരു സൽക്കർമ്മം ചെയ്താൽ നാളെ നമുക്ക് ആഖിറത്തിൽ നമുക്കതിന് വലിയ കൂലി, വലിയ പ്രതിഫലമുണ്ട്. പടച്ചവൻ ദയാലുവാണ്. നന്മ ചെയ്യുന്നവരെ കൂടെയാണ് പടച്ചവനുള്ളത്. നമ്മളാരെയും കള്ളു പറയാതെയും ചീത്ത പറയാതെയും നമ്മളെ കയ്യിലും ഉണ്ടെങ്കിൽ, ഒത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മനുഷ്യൻ ഒരുപാട് ഉപകാരപ്പെടും. നല്ലൊരു മനുഷ്യന് നല്ലൊരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ ഈ സൂരജ് എന്ന് പറഞ്ഞ പയ്യൻ യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ആ പയ്യൻ കണ്ടിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചിരുന്നു. അങ്ങനെ ഒരു സങ്കടകരമായൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അയാളെങ്ങനെയാവട്ടെ, അയാളല്ലെങ്കിൽ അത് രീതിയിലാവട്ടെ. പക്ഷേ ഇപ്പോൾ അയാൾക്ക് ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ്. നമ്മളൊരു വീട്ടിൽ ജോലിക്കും നമ്മളെ കൊണ്ട് പറ്റണതേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഒരുപാട് സഹായിക്കുമ്പോൾ നിങ്ങൾ സഹായിച്ചെന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷേ നമ്മളെക്കൊണ്ട് ഒരു പരിധിയിൽ ഉള്ളതല്ലേ പറ്റുള്ളൂ. എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ നല്ല മനസ്സാണ്. പക്ഷെ നമ്മൾ ജോലിക്ക് പോണതൊക്കെയാണ് അത്ര. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളെ പാവപ്പെട്ട ആ മനുഷ്യനെ നിങ്ങളെപ്പോലുള്ള